തൃശൂരിൽ ഈ മാസം 14 മുതൽ ആരംഭിക്കാനിരിക്കുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ ആവേശം വാനോളമുയരുന്നു. സ്വർണ്ണക്കപ്പിന് കുന്നംകുളത്ത് രാജകീയമായ വരവേൽപ്പ് നൽകി. സാംസ്കാരിക നഗരിയിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. വൈകിട്ടോടെ കുന്നംകുളത്തെത്തിയ സ്വർണ്ണക്കപ്പിനെ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് നഗരം സ്വീകരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4ഓടെ ഗുരുവായൂരിലെ സ്വീകരണത്തിന് ശേഷം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വർണ്ണക്കപ്പ് എത്തിച്ചേർന്നു. നഗരത്തിൽ പൊതുദർശനത്തിനു വെച്ച 117 പവൻ തൂക്കം വരുന്ന കപ്പിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഹാരമണിയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വമ്പിച്ച ഘോഷയാത്രയായാണ് സ്വർണ്ണക്കപ്പിനെ കുന്നംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആനയിച്ചത്. ഘോഷയാത്രയുടെ മാറ്റുകൂട്ടുന്നതിനായി ജൈവവിഘടനം സാധ്യമാകുന്ന 201 ബലൂണുകളായിരുന്നു നഗരസഭ വിതരണം ചെയ്തത്. ബലൂണുകളിൽ ഞാവൽ, നെല്ലി, ഉങ്ങ്, മുരിങ്ങ തുടങ്ങി പച്ചക്കറികളുടെയും ഫലവൃക്ഷങ്ങളുടെയും വിത്തുകൾ നിറച്ചാണ് ഉപയോഗിച്ചത്. ആകാശത്തേക്കുയർന്ന് അന്തരീക്ഷത്തിലെത്തി ബലൂൺ പൊട്ടുമ്പോൾ വിത്തുകൾ വിവിധ പ്രദേശങ്ങളിലായി വീണു മുളയ്ക്കുക എന്നതാണ് ലക്ഷ്യം. നഗരസഭ നടത്തിയ ആഘോഷപൂർണമായ സ്വീകരണ ഘോഷയാത്രയിൽ 300ഓളം പേർ പങ്കാളികളായി. ആഘോഷത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണ സന്ദേശവും ജനങ്ങളിലേക്കെത്തിക്കാൻ ഈ സ്വീകരണ യാത്രയ്ക്കായി. കലയും സംസ്കാരവും പരിസ്ഥിതി ബോധവും കൈകോർക്കുന്ന ഈ നവീന ആശയം പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വലിയ പ്രശംസ നേടി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ച വേദിയിൽ ജനപ്രതിനിധികളും അധ്യാപകരും സംഘടനാ പ്രതിനിധികളും ചേർന്ന് സ്വർണ്ണക്കപ്പിൽ പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൗൺസിലർമാർ, വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.